ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ഏഷ്യാനെറ്റ് വിലക്കിനെ തുടർന്ന് മാപ്പ് പറഞ്ഞു എന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറയുമ്പോൾ മാപ്പ് പോയിട്ട് ഒരു കോപ്പും ചെയ്യാതെ മാധ്യമധർമ്മമാണ് ഞങ്ങൾ ചെയ്തതെന്ന് വിപ്ലവത്തിന്റെ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞ മീഡിയ വണ്ണിന് ഒരു ബിഗ് സല്യൂട്ട്. മീഡിയ വണ്ണിന്റെ വിലക്ക് നീക്കിയത് ഒരു മാപ്പും ഒരു ദയവും ആവശ്യപ്പെടാതെ തന്നെയാണ്. അതായത് അവർ കൃത്യമായ നിയമ നടപടികൾക്കൊരുങ്ങി എന്നുള്ളതാണ് വാസ്തവം. അതായത് കേന്ദ്രത്തിന്റെ നടപടിക്രമങ്ങൾക്കെതിരെ, കേന്ദ്രത്തിന്റെ വിലക്കിനെതിരെ ഞങ്ങൾ കോടതിയിൽ പോകും. അതാണ് മീഡിയ വണ്ണിന്റെ മാനേജ്മെന്റ് കഴിഞ്ഞ ദിവസം രാത്രി പരസ്യമായി ഒരു പ്രസ്താവന ഇറക്കി വിളിച്ചു പറഞ്ഞത്. ഞങ്ങൾ ഇതിനെയൊന്നും ഭയപ്പെടുന്നില്ല, മറിച്ച് ഞങ്ങൾക്കറിയാം ഇതിനെ എങ്ങനെ നേരിടണം എന്നുള്ളത്. അതിനെ തുടർന്ന് തന്നെ ഏഷ്യാനെറ്റിന്റെ വിലക്ക് മാറ്റിയതിനു ശേഷം മീഡിയ വണ്ണിന്റെ വിലക്ക് ഒരറിയിപ്പുമില്ലാതെ അവർ തന്നെ മാറ്റുകയായിരുന്നു. അതിലൊരു ഭയമുണ്ട് എന്ന് പറയാനുള്ള കാരണം ഇപ്പോൾ കേന്ദ്ര വാർത്താവിനിമയ വകുപ്പ് മന്ത്രി പ്രകാശ് ജാവദേക്കർ ഒരു കാര്യം പറയുകയുണ്ടായി. നരേന്ദ്രമോദി മാധ്യമങ്ങൾക്ക് ഞങ്ങൾ വിലക്കേർപ്പെടുത്തിയതിൽ ആശങ്ക പ്രകടിപ്പിക്കുകയുണ്ടായി. അതായത് മോദിക്ക് അത് ശരിയല്ല എന്ന് തോന്നി എന്ന് പ്രകാശ് ജാവദേക്കർ ഇപ്പോൾ പറയുന്നു. അത് മാത്രമല്ല, അദ്ദേഹം പറയുന്നു വിലക്കേർപ്പെടുത്തിയതിൽ തെറ്റുണ്ടോ എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കും. അതെപ്പോഴാണ് ഇദ്ദേഹം പറഞ്ഞത്? മീഡിയ വണ്ണ് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്ന കാര്യത്തിലാണ്. കാരണം മീഡിയ വണ്ണിന് കോടതിയിൽ പോകാനുള്ള അവകാശമുണ്ട്. കാരണം അവർക്ക് വളരെ വ്യക്തമായി പറയാം, ഞങ്ങൾ സത്യസന്ധമായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് കേട്ടുകൊണ്ടല്ല റിപ്പോർട്ട് ചെയ്തത്, ഒരാള് പറഞ്ഞതനുസരിച്ച് വാർത്ത നൽകിയതല്ല, മറിച്ച് സംഭവം നടക്കുന്ന സ്ഥലത്ത് സംഭവ വികാസങ്ങളെ, ആക്രമണകാരികളുടെ പേക്കൂത്തുകളെ ലൈവായി തത്സമയം പൊതുജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതിലൊരു കട്ടിങ്ങോ എഡിറ്റിംഗ് മാജിക്കോ ഇല്ല, മറിച്ച് സത്യസന്ധമായ വാസ്തവമായ വാർത്തകൾ. സംഘപരിവാരല്ല അവിടെ കലാപം അഴിച്ചു വിട്ടത് എന്ന് BJP നേതാക്കൾ പറയുമ്പോൾ അതിന്റെ വാസ്തവം അറിയിച്ചു കൊടുക്കേണ്ടത് മാധ്യമധർമ്മത്തിന്റെ ഭാഗമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മീഡിയ വണ്ണിന്റെ അണിയറ പ്രവർത്തകർ, റിപ്പോർട്ടർമാർ തത്സമയ സംപ്രേഷണത്തിലൂടെ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത്. അത് തന്നെയാണ് ഏഷ്യാനെറ്റും ചെയ്തിട്ടുള്ളത്. അതിനാൽ തന്നെ മീഡിയ വണ്ണ് നിയമ നടപടികളുമായി കോടതി കയറുമ്പോൾ കേന്ദ്ര വാർത്താവിനിമയ വകുപ്പ് മന്ത്രി പ്രകാശ് ജാവദേക്കർ കോടതിയിൽ മാപ്പ് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള ഭയത്തെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ വിലക്കേർപ്പെടുത്തിയതിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാൻ പോലും ഞങ്ങൾ മടി കാണിക്കില്ല എന്ന് പറഞ്ഞത്. എന്തായാലും മീഡിയ വണ്ണിന്റെ ഈ ആത്മധൈര്യത്തിന് ഒരു ബിഗ് സല്യൂട്ട് വീണ്ടും അറിയിക്കുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക്. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.